നല്ലൊരു പെർഫെക്റ്റ് ഹാഫ് കോളർ നെക്കോട് കൂടി ഒരു ചുരിദാറോ കുർത്തിയോ ഒരു ഉടുപ്പോ ഒക്കെ ഇടാൻ ആർക്കാ മോഹമില്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ? ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഹാഫ് കോളർ വെച്ച് ഒരു കുർത്തിയല്ല ലൈൻ ഉടുപ്പാണേ. സാലി റോസിൻ്റെ കൂട്ടുകാരി പെണ്ണുങ്ങളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ഖാദിയുടെ ഒരു നല്ല കട്ടിയുള്ള തുണിയാണ്. കണ്ടോ നിങ്ങൾ എഴുതിയേക്കുന്നേ? ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ നെക്ക് സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ഒന്നുകൂടി ചെയ്യാമോന്ന്. ഞാനൊരു ഹാഫ് കോളറിൻ്റെ ഒരു വീഡിയോ ആദ്യമേ ഇട്ടിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു ഇച്ചിരി അപാകത ഉണ്ടായിരുന്നു, ഒരു സ്വല്പം വിട്ടുപോയി. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് ഞാൻ കാണിച്ചു തരാമെന്ന്. എൻ്റെ വാക്ക് പാലിക്കണ്ടേ? അപ്പം ഞാൻ അതിനായിട്ട് വന്നിരിക്കുക. നിങ്ങൾ നോക്കുക, ഇത് 2.5 മീറ്റർ തുണി ആണ്, ഖാദിയുടെയാണ്. ഇത് ഖാദി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഖാദിയുടെയാണെന്ന് പ്രത്യേകം പറയണമെന്ന് എന്നോട് തന്നയാൾ പറഞ്ഞു. കാരണം അല്ലാത്ത ഖാദിയിൽ ഇത്രയും നല്ല പ്രോഡക്റ്റിൽ ഇതിന് വിലയുണ്ട്. 330 40 അങ്ങനെ കണ്ട് വിലയായതാണ് മീറ്ററിന്. അങ്ങനെ 2.5 മീറ്ററാണ്. അതിൻ്റെ ഹാഫ് കോളറാണ്, നെക്കാണ് എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ അകലം 3.4 3 1 പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇറക്കം ഞാനൊരു 7 ഇഞ്ച്. ഇപ്പം തൽക്കാലം ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ തൊട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. ഫുൾ ഷോൾഡർ. അതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ, 34 ചെസ്റ്റ് അളവുള്ള ആൾക്കാണ്. അപ്പോൾ ഫുൾ ഷോൾഡർ 14.5 ഉണ്ട്. 7.4 ഞാൻ എടുക്കുന്നു. ഒരു പൊടിക്ക് പോലും കുറയ്ക്കാൻ പാടില്ല, കുറച്ചാൽ പിടുത്തം വരും. അതേ 7.4 താഴേക്ക് ആം ഹോളിൻ്റെ ഡെപ്തായിട്ട് എടുക്കുന്നു. ഇത്രയും വരെ പിടി കിട്ടിയല്ലോ. 7.4 കേട്ടോ. 7.4 ആ ഷോൾഡർ. 7.25. സിമിലർലി ഈ ആം ഹോളും 7.25. ഇനി നമ്മൾ എന്നിട്ട് ഒരു സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് കൃത്യമായും 1 ഇഞ്ച് വേണം. ഒരിക്കലും 1 ഇഞ്ചിൽ കുറയരുത്. 1.25 ആയാലും കുഴപ്പമില്ല, 1 ഇഞ്ചിൽ കുറയരുത്. സ്ലോപ്പ് വേണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കത്തില്ല. ഇത്രയും പിടി കിട്ടിയല്ലോ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ടോട്ടൽ ആം ഹോൾ ലെങ്തിൻ്റെ പകുതിയിൽ നിന്ന് നമുക്ക് ഈ ചെസ്റ്റ് റൗണ്ടിലേക്ക് വരയ്ക്കണം. അതിന് വേണ്ടി ഫസ്റ്റ് ചെസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാം. 34 അല്ലേ? 34 + 4 38. 38ൻ്റെ 4/1 അല്ലേ? എത്ര വരും അന്നേരം? 9.5 അടയാളപ്പെടുത്തി ഒരു 2 ഇഞ്ച് സീമും കൊടുത്തു. ഇനിയും ഈ വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 14 ഇഞ്ച് മതി പിള്ളേർ സെറ്റിന്. അതുകൊണ്ട് 14 ഇഞ്ചാണേ. നമുക്ക് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എത്ര ആയിരുന്നു എടുത്തിരിക്കുന്നത്? 29 അല്ലേ? 29ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുമ്പോൾ എത്ര വരും? 31. 31ൻ്റെ 4/1 31/4 എത്ര വന്നു? അതേ പ്ലസ് 2 ഇഞ്ച് നമുക്ക് സീമും കൂടെ കേട്ടോ. അന്നേരം ഞാനത് രണ്ടും ചേർത്ത് ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഈ ആം ഹോൾ റൗണ്ട് കൊടുന്ന് വരച്ചേക്കാം. കണ്ടല്ലോ? അപ്പോൾ നമ്മളെല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് എന്നാണെന്നറിയാവോ? ഇത് എന്താണെന്നറിയാവോ? ഏതാ ഇത്? പ്രിൻസസ് കട്ടാ. അത് പറഞ്ഞില്ലല്ലേ? പ്രിൻസസ് കട്ട് വരയ്ക്കാൻ വേണ്ടി ഈ കോർണറിൽ നമുക്കൊരു 1 ഇഞ്ച്, 1 അല്ലെങ്കിൽ 1.25 ഓർ 1.5 മാക്സിമം. കോർണറിൽ നിന്ന് 1.5 കേട്ടോ. അത്ര മാറ്റി നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് കറക്റ്റ് 9.5 ഇഞ്ച് നമ്മൾ അപ്പക്സ് പോയിന്റ് അടയാളപ്പെടുത്തുന്നു. പിള്ളേർക്കായതുകൊണ്ടാണ് 9.5. പ്രായമുള്ളവർക്കാണെങ്കിൽ 10, ഇച്ചിരി പ്രായമുള്ളവർക്ക് 10.5 വരെയൊക്കെ എടുക്കണേ. 9.5. ഇത് BP to BP ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ 3.6 എടുത്തേക്കുന്നത്. 3.5 6 വേണ്ട, 3.5. ഇനി നമുക്ക് ആ സെയിം 3.5 നമ്മൾ താഴോട്ട് മൊത്തം അടയാളപ്പെടുത്തുക. 3.5 കേട്ടോ. താഴെ വരെ അടയാളപ്പെടുത്തുകയാണേ. എന്നിട്ട് നമുക്ക് ഇതിനെ ചേർത്തത് ഇങ്ങനെ വരയ്ക്കാം. നേരെ വരയ്ക്കല്ലേ, ഒരു ചെറിയ കേർവായിട്ട് ആ ഷെയ്പ്പിന്. കണ്ടോ? ആ ഷെയ്പ്പിന് നമ്മൾ ഇങ്ങനെ നമുക്ക് കൂട്ടിച്ചേർക്കാം. കണ്ടല്ലോ? ഇനി ഇവിടെ നിങ്ങളൊരു 1/4 ഇഞ്ച് നമ്മൾ മാറ്റി വരയ്ക്കും. അത് വെട്ടിക്കളയാൻ വേണ്ടി. അപ്പോഴാണ് നല്ല ഷേപ്പായിട്ട് വരുന്നത്. കണ്ടല്ലോ? ഒരു 1/4 ഇഞ്ച്. എവിടുന്ന 1/4 ഇഞ്ച്? ആ കോർണറിൽ നിന്ന്. അപ്പം ഞാൻ ഒന്നുകൂടെ നോക്കിയെന്നേ ഉള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന റൗണ്ടൊക്കെ ആ 1/4 ഇഞ്ച് അവിടെ വെട്ടി പോകുമ്പോൾ നമുക്ക് ഇവിടെ തുണി ഒരു സ്വല്പം കൂടെ നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് എന്തെടുത്തേക്കുന്നത്? നമ്മുടെ സീം അലവൻസ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിങ്ങോട്ടൊന്ന് കൂട്ടി മുട്ടിച്ച് ചേർക്കണ്ടേ. ഇനി നമുക്ക് താഴത്തെ ഇറക്കം നോക്കാം. ഇറക്കമല്ല, താഴത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനൊരു 18 എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തുണി ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട്. 18 20 വരെ, മാക്സിമം 20 വരെ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് ഈ ആദ്യം നമ്മുടെ പ്രിൻസസ് കട്ടിന് വേണ്ടി വരച്ച പോയിന്റുകളെ എല്ലാം ഒന്ന് ചേർത്ത് വരയ്ക്കട്ടെ. നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടല്ലോ അല്ലേ?
അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹിപ്പിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങ് പോവുക. എവിടുന്നാണെന്നറിയാവോ? ഈ വേസ്റ്റിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് നീളത്തിൽ വരയ്ക്കുക. ഞാൻ 48 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 47 എനിക്ക് ഇറക്കം വേണം. 1 ഇഞ്ചും കൂടെ കൂടുതലെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണേ. കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം. ഞാൻ 18 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് താഴെ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും തുണിയില്ലേ, നമുക്കൊരു സ്വല്പം കൂടെ കൂടുതലെടുത്താൽ എന്നാ, ഒരു സ്വല്പം കൂടെ കൂടുതലെടുക്കാം അല്ലേ? ഞാനതുകൊണ്ട് ഒരു സ്വല്പം കൂടെ ഇച്ചിരി നീട്ടി വരയ്ക്കുകയാണേ. ഉണ്ടല്ലോ തുണി, നമുക്ക് പിന്നെ കട്ട് ചെയ്താലും കൊള്ളാം. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു 19-20 അടുത്ത് വന്ന് കാണും, അത്രേ ഉള്ളൂ കേട്ടോ. മാക്സിമം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു കാര്യം കൂടെ, ഈ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഒരു 1 ഇഞ്ച് കയറ്റി ഇച്ചിരി ഷേപ്പിലാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാനത് നിങ്ങൾക്ക് ചുരിദാർ വെട്ടുമ്പോഴും പറയാനുള്ളതാണ്. സ്ലിറ്റുള്ള ചുരിദാറല്ല, അല്ലാത്ത ചുരിദാർ വെട്ടുമ്പോൾ ഞാൻ പറഞ്ഞു തരാറില്ലേ. എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. നല്ല കട്ടിയായതിന്. ഇത് എത്ര കഴുകിയാലും ഇതിൻ്റെ കളറ് പോകില്ല. അതുപോലെ സ്റ്റാർച്ച് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്താൽ എന്നും നല്ലതായിട്ട് നിൽക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. 2 കളർ ഞാൻ എടുത്തിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ഒരു കുർത്തി തയ്ക്കാൻ വിചാരിച്ചെടുത്തത്. അപ്പം കൊച്ചു പറഞ്ഞു അവൾക്കൊരു A-ലൈൻ ഫ്രോക്ക് തയ്ച്ച് കൊടുക്കുന്നു. അങ്ങനെയാണ് ഞാനിത് ഹാഫ് കോളർ എൻ്റെ കണ്ടപ്പം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് അന്ന് ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഞാൻ തയ്ച്ചതിൻ്റെ കോളർ പിടിപ്പിച്ചപ്പം എനിക്ക് ആ വീഡിയോ കിട്ടാതെ വന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ ഒരെണ്ണം കാണിച്ചു തരാമെന്ന്. ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ചു വെട്ടാവേ. കണ്ടോ നിങ്ങൾ കുഴിച്ചു വെട്ടിയേക്കുന്നേ? ആ ഫ്രണ്ട് ആം ഹോളിൽ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആം ഹോൾ റൗണ്ട് നോക്കാം. ഷാർപ്പ് 8 ഇഞ്ചുണ്ട്. ഒന്നുകൂടെ കാണിക്കാം. 4 ഇഞ്ച് അവിടെ നിന്ന് വിട്ടിട്ട് ബാക്കി 8 ഇഞ്ച്. നമുക്ക് 8 വേണ്ടത്. ഷാർപ്പായിട്ട് നിൽക്കുക. ഇനി നമുക്ക് ആ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടിയതും കൂടെ ഒന്ന് എടുത്ത് കളയാം. ഫ്രണ്ട് ആം ഹോൾ ഇത്രയും തന്നെ കുഴിച്ചു വെട്ടണേ, എന്നാലേ വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ, ചുളുക്കമില്ലാതെ. ഇനി നമ്മൾ ആ പ്രിൻസസ് കട്ടിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഇത് കട്ട് ചെയ്തിറക്കി വരാം. ഇവിടെയൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരിക്കുന്ന പ്രിൻസസ് കട്ട് ചുരിദാറൊക്കെ ഉണ്ട്. 1, 2, 3 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കണേ. ചിലരിങ്ങോട്ട് വന്ന് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ദൈവമേ പറയുന്ന കമൻറ്റൊക്കെ കേട്ടാൽ സങ്കടം വരും എനിക്ക്. നിങ്ങൾ എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ഒന്നുകൂടെ നോക്ക്. ഒന്നല്ലല്ലോ, എന്തുമാത്രം ചിലർക്ക് ഇത് കണ്ടിട്ട് അങ്ങ് ദേഷ്യം വരും. ഞാൻ എന്തിനാ ഇങ്ങനെ പിന്നെയും വീഡിയോ ഇടുന്നത്? അതുപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒന്നിൽ സംശയം വന്നാൽ വേറൊന്നിൽ നോക്കിക്കോ. ഇനി നിങ്ങളെ ഒരു സൂത്രം നോക്കണേ. ഞാനൊരു പ്രത്യേകതരം കയ്യാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് ഇങ്ങനെ എടുക്കണ്ടേ. കണ്ടോ? എങ്ങനെ കറക്റ്റ് നോക്കി ഇരുന്നോണം, പറഞ്ഞാൽ പിടികിട്ടത്തില്ല. കണ്ടോ? 2ആയിട്ട് മടക്കിയ തുണിയെ ഇങ്ങനെ കോണോട് കോൺ മടക്കി ക്രോസ് ആയിട്ടാണ് വരുന്നത് കയ്യ്. കണ്ടോ? എന്നിട്ട് നമ്മൾ തിരിച്ച് മടക്കി നോക്കും തുണി ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വരുന്ന കൈക്ക് അധികം ഇറക്കത്തില്ല. മാക്സിമം ഒരു 6 ഇഞ്ച് ഇറക്കം മതി. 6 ഇഞ്ച് ഇറക്കം വെച്ച് നമുക്ക് കിട്ടുമോ എന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. അതാണ് കൈയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. കൈയുടെ ലെങ്ത് നമുക്ക് ടോട്ടൽ ഒരു 6 ഇഞ്ച് കിട്ടിയാൽ മതി. 6 ഇഞ്ച് കിട്ടിയിട്ട് നമുക്ക് അതിന് ഇവിടെ അന്നേരം നമുക്കൊരു ഉണ്ടോ കുറവാണ്. അപ്പോൾ ഇച്ചിരി നീക്കി ഇടുകയാണേ. ഇച്ചിരി നീക്കിയിട്ട് നമുക്കൊന്നുകൂടെ മടക്കാം. ഇത് പിള്ളേർ സെറ്റിനൊക്കെ ഉടുപ്പിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ തയ്ക്കുന്നേ? നല്ല ഭംഗിയുള്ളൊരു കൈയായത്. ഞാൻ പണ്ടേ എൻ്റെ മക്കൾക്ക് ഉടുപ്പുകളൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനത്തെ കൈ വെച്ച് കൊടുക്കുമായിരുന്നു. 6 ഇഞ്ച് മതി ഇറക്കം. ഇവിടെ നമുക്കന്നേരം എത്ര കിട്ടണം? ഒരു 2.5 ഇഞ്ച് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഷേപ്പിലൊന്ന് ഇതൊന്ന് അടയാളപ്പെടുത്തിയേക്കാം. ഇപ്പോൾ കിട്ടിയല്ലോ നമുക്ക് 2 കൈ. ഇത് ഒരു കൈയല്ല, 2 കൈയാണ്. ഒരു കൈ എന്ന് പറയുന്നത് 2 മടക്കായിരിക്കും കേട്ടോ. അത് ഓർത്തോണേ. ഒറ്റ തുണിയല്ല, ഓരോ കൈയും 2 മടക്ക് വീതമാണ്. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ആം ഹോൾ റൗണ്ട് 8 കിട്ടേണ്ടത്. ആ 8 വരുന്നിടത്ത് വെച്ച് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാനിത് ബാക്കി ഒരു 1.5-2 ഇഞ്ച് സീം അലവൻസ് വിട്ട് എടുക്കുവാണേ. എന്നിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ഭാഗം കുഴിച്ചു വെട്ടാം. ഇത് ശ്രദ്ധിച്ചിരുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ഡെപ്ത്ത് നമ്മൾ ക്യാബ് ഹൈറ്റൊക്കെ എടുക്കത്തില്ലേ, അത്രയും അങ്ങ് ആക്യുറേറ്റ് ഒന്നും ആയതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. വൃത്തിയായിട്ട് തന്നെ കിട്ടും. കട്ട് ചെയ്തെടുക്കാം. ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് തന്നെയായിരിക്കും. കാരണം അറ്റം മടക്കി അടിക്കാനില്ല. അങ്ങനെ ഇരിക്കുന്നു നോക്കി. കണ്ടോ? 2ൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഒരു സ്വല്പം സാധാരണ വെട്ടുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പണിയിലേക്ക് ആരംഭിക്കാം. ഇവിടാണ് നിങ്ങൾക്ക് കാണേണ്ടതും നിങ്ങൾക്ക് അറിയേണ്ടതും. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഒരു സ്വല്പം കൂടെ, 3.5 ഒന്നും എടുത്തിട്ടില്ല, 3 ഒരു പോയിൻറ്റും കൂടെ. ഇനി നമ്മൾ താഴേക്ക് ഇറക്കം ഞാൻ 7 ഇഞ്ച് എടുക്കും. നല്ല കഴുത്ത് വേണമെന്നൊക്കെ ഉണ്ട് പറഞ്ഞേക്കുന്നത്. 7 ഇഞ്ച് ഇറക്കം എടുക്കും. 7 ഇഞ്ച് കൂടുതലൊന്നുമല്ല കേട്ടോ. തന്നെയല്ല ഇതിന് ഓപ്പണിങ് വേണമല്ലോ. അതുപോലെ ഇവിടെ വിഡ്ത്ത് ഞാനൊരു 3.25 എടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് ഇതിനെയെല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കാം. ഒരു സാധാരണ ഒരു യൂണിക്ക് അത്ര മാത്രമേ ഉള്ളൂ, അല്ല പ്രത്യേകതയൊന്നുമില്ല. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. നമുക്കിനി എന്നാ എടുക്കണം? ഒരു ബ്രിഡ്ജ് പോലെ ഒരു പീസ് അവിടെ നിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ, കഴുത്തകന്ന് പതിരിക്കാൻ. എന്നിട്ട് നമ്മൾ പിൻ കുത്താൻ മറക്കല്ലേ. പിൻ നേരത്തെ തന്നെ കുത്തണം. ഞാനിത് വരയ്ക്കാൻ വേണ്ടി മാറ്റിയതാണ്. 1 ഇഞ്ച് വെച്ച് നമുക്ക് ചുറ്റിനും വരച്ചെടുക്കാം. 1 ഇഞ്ച്. അപ്പം ഇനിയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വീഡിയോ കാണുമ്പോൾ നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ അടുത്ത വീഡിയോ നോക്കുക. നിങ്ങൾ എൻ്റെ സാലി റോസ് എന്ന് കിടക്കുന്ന ആ ലോഗോ നിങ്ങളുടെ അവിടെ ഉണ്ടല്ലോ, സാലി റോസ് ചാനൽ നിലയെ, അതെല്ലാം തൊട്ടാൽ നിങ്ങൾ നേരെ എൻ്റെ ചാനലിലേക്കാണ് പോകുന്നത്. അവിടെ വീഡിയോസ് എന്ന് പറഞ്ഞ് എല്ലാം കിടക്കും. അതുപോലെ തന്നെ ഷോർട്സായിട്ട് കിടക്കും, വീഡിയോ ആയിട്ട് കിടക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം, പുതിയത് കാണാം, പഴയത് കാണാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കി കാണാം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് പറഞ്ഞാൽ മതി. ഹർട്ട് ചെയ്യുന്ന ചില കമൻറ്റൊക്കെ കഴിഞ്ഞ ദിവസം വന്നു. ചിലതൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് വരുന്നേ ഇല്ല കേട്ടോ. ഉള്ളത് ഞാൻ പറയാം. എന്നെ ആരും അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വിമർശനം എപ്പോഴും നല്ലതാണ്. വിമർശിക്കുന്നത് ഞാൻ പെട്ടെന്ന് ആരെയും ഒന്നും കുറ്റപ്പെടുത്താറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ കണ്ടു, എന്നെ വെറുതെ സമയത്തിന് വിലയുണ്ടെന്ന്. എൻ്റെ സ്ലീവ് വെട്ടാനായിട്ട് ഞാൻ ആദ്യമായിട്ട് നല്ലൊരു ഡീറ്റെയിലായിട്ടൊരു ക്ലാസ് പോലെ ഇട്ടിരുന്നു. അതെനിക്കൊന്ന് 1,40,000 പേര് കണ്ട ഒരു വീഡിയോയാണ്. അതിനിടയിൽ ഇന്നലെ എവിലിൻ എന്ന് പേരുള്ളൊരു മിടുക്കി പെങ്കൊച്ച് സമയം കളയാനില്ലെന്ന്, ഞാൻ കൂടുതൽ സമയമെടുത്ത് പറഞ്ഞു പോയെന്ന്. ഈ വേറെ വഴി നോക്കി കൊച്ചിന് പോകരുതോ? ഞാൻ പറഞ്ഞു ഇവിടെ എൻ്റെ ചാനലിൽ നോക്കിയിരിക്കാൻ. പോട്ടെ, പിള്ളേർ സെറ്റല്ലേ എന്ന് ഓർത്ത് ഞാൻ ഞാൻ അതിനൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്. പോട്ടെ, നമ്മൾ തയ്യലിലേക്ക് തുടങ്ങുവാണേ. ഏറ്റവും അത് ചെയ്യേണ്ടത് കണ്ടോ, ഫ്രണ്ട് പാർട്ടിലെ നമ്മൾ പ്രിൻസസ് കട്ടിന് വേണ്ടി മുറിച്ച് വെച്ചിരുന്ന 2 പീസിനെ ഇവിടെ ചേർത്ത് വെച്ച് ഒരിക്കലും വലിക്കരുത്. വലിച്ചില്ലേലും ഈ തുണി കൂടുതൽ വരും. അതങ്ങനെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ പ്രിൻസസ് കട്ടിന് വെട്ടി കഴിഞ്ഞ് തയ്ക്കുമ്പോൾ നമ്മുടെ ഈ നടുക്കത്തെ പീസ് എന്നും കൂടി നിൽക്കും. ഇത് ഇച്ചിരി കുറവുമായിരിക്കും. എത്ര ശ്രദ്ധിച്ച് തയ്ച്ചാലും ചെറിയൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വരെ വേരിയേഷൻ ഉണ്ടാകും. അതോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വലിച്ചു പിടിക്കാതെ ഒരു 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയ്ക്കായിട്ട് വെച്ച് നമുക്ക് നന്നായിട്ട് തയ്ക്കാം. നമ്മുടെ അടിപൊളി മെഷീനുള്ളപ്പം തയ്ക്കാൻ നല്ല സുഖമല്ലേ. ട്രെയിന്ന് പൊക്കോളും. ട്രെയിൻ പോകുന്നവരാണ് പോകുന്നത്. ചിലപ്പം പോകുന്നതിനൊന്നും കുഴപ്പമില്ല. സ്പീഡിലങ്ങ് പോയി കഴിഞ്ഞ് ചിലപ്പോൾ നൂലൊക്കെ പൊട്ടിപ്പോകുന്നേ ഉള്ളൂ. അത്ര സ്പീഡിലൊക്കെ ചിലപ്പം പോയെന്നിരിക്കും ആശാൻ. കണ്ടോ വ്യത്യാസം വന്നേക്കുന്നത്? കണ്ടോ? ഞാൻ പറഞ്ഞ പോലെ 2 അടുപ്പ് വെച്ച് അടിക്കണേ. ചുളുക്കൊന്നും വരില്ല, ഒട്ടും ചുളുക്കം വരില്ല ഈ ഭാഗത്ത്. അതുകൊണ്ടാണ് ഞാൻ വലിച്ചു പിടിച്ചിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞത്. 1 അടുപ്പോട്ട് അടിക്കാവേ. അതുപോലെ തന്നെ മറുവശം തയ്ക്കാൻ പോവാം. ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ തയ്ച്ച പോലെ തന്നെ മറുവശം തയ്ക്കുന്നത്. അപ്പം ഫ്രണ്ട് പാർട്ടാണോ എന്ന് നോക്കി വേണം നല്ല വശവും ചേർന്ന് വരത്തക്ക രീതിയിൽ തയ്ച്ചെടുക്കാനായിട്ടേ. ഞാൻ നോക്കുന്നത് അതിൻ്റെ സൈഡ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ചേർത്ത് അതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. വലിക്കാതെ തയ്ക്കണമെന്ന് മാത്രം. കണ്ടോ? ഫ്രണ്ട് പാർട്ട് തയ്ച്ച് വെച്ചേക്കുന്നത് കണ്ടോ? നല്ല വൃത്തിയായിട്ടില്ലേ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കണേ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഫ്രഷായിട്ട് തയ്ക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് ഓർത്താൽ ഞാനിത് ഓരോന്നും കാണിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ നെക്ക് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ മുമ്പേ കട്ട് ചെയ്തെടുത്തതിനെ ഒരു പീസിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് അടിച്ചു പിടിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഇത് വിശദമാക്കാത്തത്. ഇതൊക്കെ ഇഷ്ടംപോലെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിടണം. സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്തോട്ട് നെക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ആദ്യം
ഈ നെക്കങ്ങ് ഇത്രയും തയ്ച്ച് പിടിപ്പിക്കണം. എന്തിനു വേണ്ടിയാ? എപ്പോഴും ഞാൻ പറയല്ലേ, പൊസിഷനിങ്ങാ അല്ലേ? അതായത് വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയേ. എന്നിട്ട് നമുക്ക് പരമാവധി 2, 3, 4 പിന്നെ നിങ്ങൾ കുത്തിക്കോ. ഊരുകയും കുത്തുകയും ചെയ്യുന്നൊരു ബുദ്ധിമുട്ടല്ലോ. കഴുത്ത് നല്ലതായിട്ട് കിട്ടും. അല്ലേ മേക്കോന്നിരിക്കും. ഒരു വശം വളഞ്ഞും ഒരു വശം ചെരിഞ്ഞുമൊക്കെ ഇരിക്കും, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് ഈ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ നന്നായിട്ട് നമുക്ക് അടിക്കാം. ഒട്ടും ധൃതി വേണ്ട, പതുക്കെ അടിച്ചാൽ മതി. ഒരു കുഞ്ഞപ്പത്തം പറ്റി പറയുന്നില്ല, മനസ്സിലായോ? ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഒരു 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയായിരുന്നു. എപ്പോഴാ? ഈ മുമ്പേ നെക്ക് വരച്ചപ്പം മുകളിൽ നിന്ന് 3 ഇഞ്ചിലൊരു അടയാളം കൊടുത്തു. അത് പറയാൻ ഞാൻ വിട്ടുപോയി. അവിടെ മുതലേ തയ്ക്കാവൂ. ഞാൻ മുകളിൽ നിന്ന് തയ്ച്ച് വന്നു പോയി ഓർക്കാതെ. അപ്പോൾ നമുക്ക് കണ്ടോ, ഞാൻ നീല വര വരച്ചേക്കുന്നത് അവിടം വരെ അടിക്കാവൂ. കാണിക്കാവേ. അപ്പോൾ അടിക്കുമ്പം കൃത്യമായിട്ട് പിടിച്ച് ചെയ്യണം. കണ്ടോ, നീല വര അവിടെ കൊണ്ട് നിർത്തണേ. അതായത് നെക്കിൻ്റെ മുകളിൽ നിന്ന് 3 ഇഞ്ച്, കറക്റ്റ് 3 ഇഞ്ച് താഴെയായിട്ട് അടുപ്പ് കൊണ്ട് നിർത്തി. എന്നിട്ട് നമുക്ക് നോക്കിക്കോണം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നേ. കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കുന്നു. ഒത്തിരി പേര് തയ്ക്കുന്നുണ്ട്. എന്തുമാത്രം പേര് തയ്ക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഭയങ്കര സന്തോഷം എനിക്ക് കേൾക്കുന്നത് കേട്ടോ. ഞാൻ ഇച്ചിരി സമയം കളഞ്ഞാലും മറ്റുള്ളവരുടെ സമയം കളഞ്ഞാലും ഇഷ്ടംപോലെ പേര് തയ്ക്കുന്നുണ്ടെന്നുള്ള അറിയുന്നത് എനിക്ക് സന്തോഷം. നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു. അതിനിടയ്ക്ക് ചില മൂരാച്ചി കുഞ്ഞുങ്ങൾ വന്ന് ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് പോട്ടില്ലേ. സാരമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ എന്നും ഏത് സമൂഹത്തിലും കാണും ചിലർ. എന്നിട്ട് നമുക്ക് നെക്ക് നമ്മൾ അകത്തോട്ടിട്ട് ഷേപ്പ് കാണിക്കാം. കണ്ടോ, ഞാൻ ഇവിടം വരെ തയ്ച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഫുള്ള് തയ്ച്ച് വെച്ചില്ലേ, അത് ഊരി കളയണ്ടേ? കണ്ടോ, അത്രയും ഞാൻ ഊരി കളയട്ടെ. തയ്യൽ അഴിച്ചു വിടണം. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഞാൻ കണ്ടോ വരച്ചേക്കുന്നത്? ആ വരയുടെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അവിടം വരെ നമ്മൾ തയ്ക്കാവൂ. അത് തന്നെയല്ല, അവിടെ 2 കട്ട് കൊടുക്കാനും മറക്കരുത് കൃത്യമായിട്ട്. ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. പല ഇതല്ലേ, പലപ്പോഴും ഈ മറ്റേ കഴുത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ അടിച്ചങ്ങ് വിടും. അത് കഴിയുമ്പോഴാണ് ഇത് ഹാഫ് കോളറാണെന്നൊക്കെ ചിന്തിക്കുന്നത്. കണ്ടോ, ഈ ഷേപ്പിലാണ് ലാസ്റ്റ് നിൽക്കുന്നത്. കണ്ടോ, 2 ഭാഗം നിൽക്കുന്നത് കണ്ടോ? 2 വശത്തുനിന്നും ഇങ്ങോട്ട് തുറന്ന് ഇത്രയും പിടി കിട്ടിയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെന്ന് ഓർത്തോണേ. ബാക്ക് പാർട്ടിന് നല്ല വശത്തേക്ക് ഈ പ്രിൻസസ് കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ കറക്റ്റ് വെച്ച് തയ്ക്കണം. കഴുത്തേന്ന് അങ്ങോട്ട് തയ്ക്കരുത്, ഷോൾഡറിൻ്റെ അവിടെ തയ്ക്കണം. കാരണം നമുക്ക് ഫുൾ ഷോൾഡർ വേണ്ടതാണ്. അതൊരു സ്വല്പം പോലും കട്ടായി പോകാൻ പാടില്ല. പോയാൽ കോളറിൻ്റെ ഇവിടുന്ന് ബാക്കിലേക്ക് പിടുത്തം വന്നാൽ ഇതൊന്നിനും കൊള്ളത്തില്ല, ഇടാൻ കൊള്ളുകയില്ല കേട്ടോ. കണ്ടോ എങ്ങനെ തയ്യലൊന്നൊക്കെ നിവർത്തി വെച്ച് തയ്ച്ചേക്കുന്നത്? അതുപോലെ ഈ ഭാഗം കൂടെ നമുക്ക് തയ്ക്കാവേ. കണ്ടോ, ഷോൾഡർ ഒരുപോലെ നിൽക്കണം. 2 പ്രാവശ്യം അടിച്ചെടുക്കണേ. അപ്പം നോക്കി എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് തയ്ക്കണം. തയ്ച്ചിട്ട് കമൻറ്റ് തരണം കേട്ടോ. തയ്ച്ചോ ഇല്ലെന്നൊക്കെ വിവരങ്ങൾ പറയണം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ആ നെക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ. നമ്മളിനിയും ഇതിൻ്റെ ആ 3 ഇഞ്ച് വരെ താഴ്ത്തി നമ്മൾ നിർത്തിയില്ലേ, അവിടം തൊട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാം. നമുക്ക് ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്യാൻ പോവാം. ബാക്ക് നെക്ക് 1/2 ഇഞ്ചാണ് താഴ്ത്തുന്നത്. അതിൽ കൂടുതൽ വേണ്ട, മാക്സിമം 1/4, 1/2 മതി. അതെന്താ നേരത്തെ കട്ട് ചെയ്യാനെന്നൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്താൽ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് വരത്തില്ല. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെ ചെരിച്ചും കട്ട് ചെയ്താൽ മതി, ഒരു പ്രശ്നവുമില്ല. കണ്ടോ, ഇനി നമുക്ക് ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടം മുതൽ ഇവിടം വരെ 6 ഇഞ്ചിന് ഒരു പൊടിക്ക് കുറവ്. കണ്ടോ, 6ൻ്റെ തൊട്ട് പുറകിൽ വരും. അപ്പം നമ്മൾ ഇതുപോലെ മുമ്പത്തെ പോലെ തന്നെ ക്യാൻവാസ് മടക്കി കറക്റ്റ് 6 ഇഞ്ചിൽ, ഇത് ഒട്ടും കൂടുതലില്ല,
നിങ്ങൾ കണ്ടോ, ഇതും 6 ഇഞ്ചിന് ആ ഒരു പൊടിക്കോ ഇതിൽ എത്ര ഉണ്ട് വിഡ്ത്ത്? കറക്റ്റ് 1 ഇഞ്ച്. അപ്പം നീളം മൊത്തം എത്ര വരും? 6 6 12. 12 തികച്ചില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയേ, ഒരു പീസിൻ്റെ ഒരു വശത്തേക്ക് ഈ ക്യാൻവാസിനെ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. എന്നിട്ട് ഈ ഒട്ടിച്ചുകൊണ്ട് വന്ന ഇതിനെ നമുക്കുണ്ടല്ലോ എവിടെ മടക്കം നോക്കിയേ, ആ നേരെ ഇരിക്കുന്നിടം നമുക്ക് ഈ ക്യാൻവാസിലേക്കൊന്ന് അടിച്ചു വെക്കാം. എന്നിട്ട് ഇതിനെ ഇതിൻ്റെ തന്നെ മറ്റൊരു പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ വെക്കുന്നു. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ കേർവ്, ആ വളവ് വരുന്ന ഭാഗത്തുകൂടെ ശ്രദ്ധയോടുകൂടി ക്യാൻവാസെ കയറാതെ എന്നാൽ അരികിലൂടെ 2 തുണിയുടെ അരികിലൂടെ നമ്മൾ അടിച്ചു വരുന്നു. നമ്മൾ സാധാരണ കോളറിനൊക്കെ വെക്കാൻ ഞാൻ ഒത്തിരി കാണിച്ചിട്ടില്ലേ, അത് സെയിം. ഇതിനൊരു പ്രത്യേകതയില്ല. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും സംശയം തോന്നിയാൽ നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. കണ്ടോ, ഇനി നമുക്ക് ആ കേർവുള്ള ഭാഗത്ത് 1/2 ഇഞ്ച് ഇട്ടിട്ട് ബാക്കി മൊത്തം കട്ട് ചെയ്ത് കളയാം. ഞാൻ ആദ്യമേ തന്നെ ആദ്യത്തെ പീസിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ആദ്യത്തെ പീസിൻ്റെ കട്ട് ചെയ്യണം നിർബന്ധമില്ലായിരുന്നു, തയ്ച്ചിട്ട് കളഞ്ഞാലും മതി. എന്നിട്ട് നമ്മൾ ഒരു 3-4 കട്ട കേറു ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുന്നു. കാരണം നല്ലപോലെ നമുക്ക് മറിച്ചിടുമ്പം വളഞ്ഞു വരാനാണേ. കണ്ടോ, മറിച്ചിടുന്ന രാത്രിയിലാണ് തയ്ക്കുന്നത്. പെങ്കൊച്ചു കാവിലിരിപ്പുണ്ട് എനിക്ക് കൂട്ടിന്. അപ്പോൾ ഈ പോയിൻ്റായിട്ടുള്ള ഈ ഭാഗമൊക്കെ നല്ല എന്തെങ്കിലും ഇട്ട് ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ളതൊരു കുത്തല്ലേ ചിലപ്പം കീറിപ്പോവേ. ഞാൻ ചെയ്യരുതെന്നൊക്കെ പറയുക. നിങ്ങൾ വേറെ വല്ല പെൻസിലൊക്കെ ഇട്ട് നല്ല ഇതൊന്ന് അയൺ ചെയ്തെടുക്കാമെങ്കിൽ നല്ലതാണ്. എനിക്ക് പിന്നെ കട്ടിയുള്ള തുണി അയൺ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇവിടെ നല്ലതായിട്ട് കറക്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് 1/2 ഇഞ്ച് മാക്സിമം, 1/2 പോലും വേണ്ട, നമുക്ക് തയ്യൽ തുമ്പിനുള്ളത് മാത്രം വെച്ചിട്ട് കട്ട് ചെയ്യുക. നല്ല വശത്തേക്കാണ് ഞാൻ ഈ തുമ്പിനെ ചേർത്ത് വെച്ചത്. കണ്ടല്ലോ എങ്ങനെ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ 3 ഇഞ്ച് വിട്ടില്ലേ ഒരു ഗ്യാപ്പ്, അതേലോട്ട് ഇപ്പം കട്ട് ചെയ്തെടുത്ത പീസ് അതേലോട്ട് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഈ നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്ന ഭാഗം ഇങ്ങോട്ട് മാറ്റി എടുത്ത് കറക്റ്റ് നമ്മൾ എത്രയാണോ മിച്ചം വിട്ടേക്കുന്നത് അതിൽ കൂടെ തന്നെ വെച്ച് തയ്ക്കണേ. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, ഇതിൻ്റെ സെൻറ്ററിലൊരു കട്ടിടണം നമ്മളിപ്പോൾ എടുത്ത കോളറിൻ്റെ. അതുപോലെ നമ്മുടെ നെക്കിൻ്റെ സെൻറ്ററിലും നമ്മൾ ഇട്ടിട്ട് സെൻറ്ററിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് ഇതറിയാം, കറക്റ്റായിട്ട് വരുമെന്നറിയാം, അതുകൊണ്ട് ഇച്ചിരിയല്ല ഉള്ളൂ, അതുകൊണ്ട് ഞാനങ്ങ് തയ്ച്ചതേ ഉള്ളൂ. നിങ്ങൾ തുടക്കക്കാരുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കണേ, നടുക്കും തുടങ്ങി നോക്കണം. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന കണ്ടോ, വളരെ കറക്റ്റായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. നോക്കിക്കേ, ഒരു ഷേപ്പായിട്ട് വരുന്ന കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് ആ തുമ്പിനെ നമ്മൾ അകത്തോട്ട് ഒളിപ്പിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് കെട്ടിട്ടങ്ങ് തയ്ക്കാം. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടല്ലോ, നല്ലതായിട്ട് നമുക്ക് ഇതെല്ലാം ഫോം ചെയ്യും. ആ തയ്യൽ തുമ്പ് അകത്തോട്ട് വെച്ച് നമ്മളിങ്ങനെ അങ്ങ് അടിച്ചു വരിക. ഈ നെക്കൊക്കെ തയ്ക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇങ്ങനത്തെ മിഷൻ കിട്ടി കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണേ. മറ്റേത് അഴുക്കാന്നല്ല, മറ്റേത് വെച്ച് ഞാൻ ഇഷ്ടം പോലെ തയ്ച്ചില്ലേ. ഇതിനൊരു പ്രത്യേക പെർഫെക്ഷനുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ടോ, ഇവിടുത്തെ ആ നൂലും ആ തുമ്പും എല്ലാം അകത്തോട്ട് കയറ്റി വിടണം. ആകുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ത്രെഡ് കട്ടറില്ലേ അതിൻ്റെ മൂല വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെച്ച് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്ക് നോക്കാം. ഞാൻ നല്ലതെന്നൊക്കെ പറഞ്ഞു, നല്ലതാണെന്ന് നമുക്ക് നോക്കാം കിട്ടിക്കഴിയുമ്പോൾ. ഇത് കണ്ടോ, ഈ കഴുത്തിൻ്റെ അറ്റത്തുകൂടെ വന്ന ഈ കോളറെ കൂടെ വേണേൽ പതിച്ചടിക്കാം അരികിലൂടെ. നല്ല ഭംഗിയാണ്. പക്ഷേ ഞാൻ തയ്ക്കുന്നില്ല, അവൾ വേണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ സ്ലീവ് എടുത്തു. സ്ലീവിൻ്റെ 2ൻ്റെയും ഉൾവശം തിരിച്ചറിയാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ട് നോക്കിയേ, നമ്മുടെ കുർത്തിയുടെ ലൈൻ ഫ്രോക്കിൻ്റെ ഷോൾഡർ നല്ല നിവർത്തിട്ട് നല്ല വശത്തോട്ട് കൈയുടെ നല്ല വശം, 2 നല്ല വശം അതുകൊണ്ട് പറയാനില്ല, ഡബിളാണ്. കണ്ടല്ലോ, എൻ്റെ അതുകൊണ്ട് അരി കടിക്കേണ്ട ആവശ്യമില്ല. 2ൻ്റെ സെൻറ്റർ തമ്മിൽ ചേർത്ത് വെച്ചു. ഫ്രണ്ട് പാർട്ടാണെന്ന് നോക്കണം, നോക്കി ഒന്ന് പിടിച്ചൊക്കെ നോക്കിയിട്ട് നമുക്ക് സെൻറ്ററിൽ തയ്ച്ചു പോകാം. അതാണ് നല്ലത്. എപ്പോഴും സെൻറ്ററിൽ തയ്ക്കുന്ന, സൈഡിൽ നിന്ന് നല്ല പെർഫെക്റ്റ് തയ്യൽക്കാരൊക്കെ കട്ട് ചെയ്തിട്ട് സൈഡിൽ നിന്നൊക്കെ തയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടി മെനക്കെടണ്ട, ഞാനല്ലേ പഠിപ്പിക്കുന്നത്, ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല.
അതുകൊണ്ട് ഞാൻ തയ്ക്കുന്ന പോലെ സെൻറ്ററിൽ തയ്ച്ചു, അതാ എപ്പോഴും കറക്റ്റ് കേട്ടോ. അങ്ങനെ നമുക്ക് അടിച്ച് ഒരു വശത്തേക്ക് അടിച്ച് അവിടുന്ന് തിരിച്ച് വന്ന് ഫുള്ള് നിങ്ങൾ തയ്ക്കാം. തയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കുറേശ്ശെ കയ്യിൽ പിടിച്ച് ചുളുക്കമില്ലാതെ ഒത്തിരി വലിക്കാതെ ചേർത്ത് കൊടുക്കണം, നല്ലതായിട്ട് വരും. സ്ലീവും ഷോൾഡറൊക്കെ കറക്റ്റാണെങ്കിൽ തന്നെ നല്ലതായിട്ട് ഇങ്ങനെ വരും. നമ്മളൊന്നും ചെയ്യണ്ട. എല്ലാം നമുക്ക് 2 പ്രാവശ്യം അടിക്കാവേ. വീഡിയോ കൂടി പോകുന്നുണ്ട്. ഇതെല്ലാം അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പണിക്ക് പോക്കോ കേട്ടോ. നിങ്ങളുടെ സമയമൊന്നും ഞാൻ കളയത്തില്ല. വേണ്ടിയവർ മാത്രം കണ്ടാൽ മതി. കാണേണ്ടവരുണ്ടെന്ന് എനിക്കറിയാം, എപ്പോഴും കാണേണ്ടവരുണ്ടാവും. കണ്ടോ, നോക്കിയാൽ തയ്ച്ച് കഴിഞ്ഞപ്പം കൈ എങ്ങനെയാണ് നിൽക്കുന്നു നോക്കി, നല്ല വൃത്തിയായിട്ട് വന്ന കണ്ടോ. ഇങ്ങനെ പറഞ്ഞാൽ ഒട്ടും ചുളുക്കമില്ലാതെ വൃത്തിയായിട്ട്. മറ്റേ കൈയുടെ പിടിപ്പിക്കാവേ. മറ്റേ കൈ ഷോൾഡറെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മുമ്പത്തെ പോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരത്തക്ക രീതിയിൽ കട്ട് ചെയ്തേക്കുന്നിടം വരത്തക്ക രീതിയിൽ ചേർത്ത് വെച്ച് തയ്ക്കാം. വിശദമായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ എന്നാ വെച്ചാൽ ആ പ്രിൻസസ് കട്ടിൻ്റെ ആ തയ്യലില്ലേ, അവിടെ ഒരു ചെറിയ നൂല് അകന്ന് നിന്നൊന്ന് തയ്ച്ചതാണേ. എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ സെൻറ്ററും ചേർത്ത് വെച്ച് കുറേശ്ശെ പിടിച്ച് കൊടുത്തങ്ങ് തയ്ക്കാം. മൊത്തം കാണിക്കുന്നില്ല, ഈ ഒരു വശം മാത്രം. നിങ്ങളുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ലേ, കണ്ടോ കറക്റ്റായിട്ട് വന്നില്ലേ. ബാക്കി അങ്ങനെ തന്നെ മുമ്പ് കാണിച്ച പോലെ തയ്ക്കണേ. അങ്ങനെ തയ്യൽ കഴിഞ്ഞു. നമ്മുടെ കൈവണ്ണമൊക്കെ നമുക്ക് നോക്കിയിട്ട് തയ്ക്കുക. എൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ ഈ കൈയുടെ വണ്ണം ഒരിക്കലും മെഷർ ചെയ്യത്തില്ല. എൻ്റേത് മെഷർ ചെയ്യത്തില്ല, പിള്ളേരുടേത് മെഷർ ചെയ്യത്തില്ല. ഒരു ഊഹം വെച്ചങ്ങ് തയ്ക്കും. എന്നാ സ്വഭാവമാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഊഹ കച്ചവടമാണ് കൂടുതലെന്ന് തോന്നുന്നു. മെഷർമെൻ്റ് എല്ലാം ഉണ്ട്. ഇങ്ങനെ തയ്ക്കുമ്പോൾ ബ്ലൗസിൻ്റെ അടിയെ ചുരിദാറിൻ്റെ സൈഡൊക്കെ അടിക്കുമ്പോൾ എല്ലാം ഊഹ പരിപാടിയാണ്. എൻ്റെയും പിള്ളേരുടെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇല്ലേ. അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ഒരു അടയാളപ്പെടുത്തിയേക്കുന്ന അളവിലൂടെ നമുക്ക് ഫുൾ താഴെ വരെ ഒന്ന് തയ്ക്കാം. 2 അടി പഠിക്കണേ. 2 അടി പഠിക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ അടിഭാഗത്ത് എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് അടിയൊന്ന് മടക്കി അടിക്കാം. 10:30 സമയമായി. 10:30 1 2 വൃത്തി എനിക്ക് കൂട്ടിനിരിക്കുക. ഒരു പ്രയോജനവുമില്ല. എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള വർത്തമാനം പറഞ്ഞിങ്ങനെ കൂടിയിരിക്കും. അവിടെ വർത്തമാനം മുഴുവൻ ഞാൻ കേട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. കണ്ടോ, എല്ലാം നമുക്കിങ്ങനെ ഒരു 4 ഇഞ്ച് അകത്തോട്ട് മടക്കി അടുത്ത മടക്കി തയ്ക്കാം. വലിക്കരുത്, ഒട്ടും വലിക്കരുത്. വലിച്ചാൽ പൊളഞ്ഞതുപോലെ വരും, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഒരു ചുളുക്കമൊക്കെ വരും. വലിക്കാതെ ഫുൾ നമുക്കിങ്ങനെ മടക്കി തയ്ക്കണം. നമ്മുടെ മിഷ്യൻ വന്നേ പിന്നെ തയ്യലൊരു ഹരവാണ്. നേരമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. എല്ലാം നടക്കണ്ടേ, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, എല്ലാം നടക്കണം. പിന്നെ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നേ എന്തൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാവോ. നിങ്ങളവർക്ക് എന്തിനാണ് പിന്നെ മെനക്കെടുന്നില്ലേ. കഴിഞ്ഞ മാസം അടുപ്പിച്ചൊരു 4-5 വീഡിയോ ഇട്ടതാണ്. നടുവിന് വേദനയായിരുന്നു. അതാ നടുവിന് വേദനയ്ക്കുള്ള എക്സർസൈസ് ഇട്ട്. നിങ്ങൾ നിങ്ങളുടെ എക്സർസൈസ് വീഡിയോ ഒന്നും എന്നാ കാണാത്തേ. ഞാൻ കഷ്ടപ്പെട്ട എക്സർസൈസ് വീഡിയോ ഒന്നും ഇട്ടിട്ട് ആരും ഒന്നും പറയുന്നില്ല. കാണുന്ന ഒത്തിരി പേര്, പക്ഷേ എൻ്റെ തയ്യൽ കൂട്ടുകാരും കാണുന്നില്ലെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ഒരു കമൻറ്റും കാണുന്നില്ല. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളിനി എൻ്റെ എക്സർസൈസ് വീഡിയോയുടെ കാണണേ, ഒരുപാട് എഫക്റ്റീവാണ്. ഇനി ഇതൊന്ന് കാണിക്കാം. നമ്മുടെ കഴുത്ത് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അടിച്ചൊന്നും പിടിപ്പിച്ചേക്കരുത്. ഒറ്റ കാണി നൂലെടുത്ത് ഇതുപോലെ സിമ്പിളായിട്ട് തയ്ച്ച് ഇത് കണ്ടോ ഇവിടെ കൊണ്ട് നമ്മളിങ്ങനെ ഫിനിഷ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതുപോലെ ചെയ്തോണം. ചെയ്ത് കുട്ടപ്പനായിട്ട് തയ്ച്ച് എന്നോട് പറഞ്ഞോണം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ. ഞാനും തയ്ച്ച് ടീച്ചറെ അടിപൊളിയായിട്ടൊന്ന് കേൾക്കണം. ഇതുണ്ട്, നിങ്ങളെ കാണിക്കാത്ത 1-2 കൊച്ചു വർക്കൗട്ട് ചെയ്ത് ബാക്കിലും 2 സൈഡിലും ഞാൻ ഇതുപോലെ ഓരോ ഇങ്ങനെ പടി പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ നല്ല ഒരു വള്ളി ഇട്ടിട്ട് ആണ് തയ്യൽ. കണ്ടോ, കൈയൊക്കെ നോക്കിയേ, നല്ല ഫിനിഷിങ് നിൽക്കുന്നത് കണ്ടോ. തന്നെ തയ്ച്ച് നല്ലതെന്ന് പറയുക. ഇതെൻ്റെ മോളെ ഇടിച്ച പടവാണ്. അവൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ക്യൂട്ട്, എലഗൻറ്റ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. നന്നായിരിക്കും, നല്ലതാണ്. കണ്ടോ, വേണേ ഓഫീസിലും ഇട്ടുകൊണ്ട് പോകാമെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനാ കൈയൊക്കെ വെച്ചത്. എന്നാൽ കൈ വലിയ കൈയാണോ അതുമല്ല. നോക്കിയ ബാഗ് കണ്ടോ, ഒട്ടും പിടുത്തമൊന്നുമില്ല. നല്ല കണ്ടോ, കയ്യിലൊക്കെ ഒരു ചുളുക്കം പോലും ഇല്ലല്ലേ. അയ്യോ, ഇത്ര നല്ലതാണെന്ന് ഞാനും അറിഞ്ഞില്ലായിരുന്നു.
അപ്പോൾ നിങ്ങളും കാണുക, കണ്ട് മനസ്സിലാക്കുക, തയ്ച്ച് നോക്കുക, തയ്ച്ചിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക, മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. താങ്ക് യു.